ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ജോഗിങ് കഴിഞ്ഞ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോയിരുന്നോ? ഒരു ചെറിയ പർച്ചേസിങ്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇവന്റെ ആരോഗ്യം നിലനിർത്താൻ ചെറിയ ചില പൊടിക്കൈകൾ, അത്യാവശ്യം ചില ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, മഷ്റൂം അങ്ങനെയൊക്കെ. നന്നായി മോളെ, നിനക്കെങ്കിലും ഇവനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായല്ലോ. ഇവന്റെ കാര്യത്തിൽ ഇവന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പിന്നെ എനിക്കും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇതിനെപ്പറ്റി വലിയ ധാരണയും ഇല്ല. ഇനി മോള് വേണം എല്ലാം ഒന്ന് ക്രമത്തിലാക്കി എടുക്കാൻ. അത് ഞാൻ ഏറ്റു. പിന്നെ ഇവൻ ഭയങ്കര മടിയനാ. അത് മാത്രമാ എന്റെ പേടി. ഞാൻ പറയുന്നത് മര്യാദയ്ക്കനുസരിച്ച് എന്റെ കൂടെ നിന്നാ ഈ ചള്ളും തടിയൊക്കെ ഒറ്റ മാസത്തിനുള്ളിൽ നമുക്ക് മാറ്റിയെടുക്കാം. മോളുടെ കൂടെ ഇവനെ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഇവന്റെ ട്രെയിനിങ്ങും ഭക്ഷണ കാര്യങ്ങളും ഒക്കെ മോള് വേണം ശ്രദ്ധിക്കാൻ. മറ്റുള്ളവർ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഏട്ടത്തി. നന്നാവണമെന്നേ അവന് തോന്നണം. ആ, നീ ഈ പറഞ്ഞ കാര്യം 100% സത്യം. അവനവൻ മനസ്സിലാക്കാതെ ഒരു കാര്യവും നടക്കില്ല. എന്താടാ പൂജയോടെ ആ, അപ്പുറത്തെങ്ങാനും കാണും. കേട്ടോ ഏട്ടത്തി, ഇവന് ഭാര്യ തീ പോലെ പേടിയാ. അവള് കുറച്ചു മുൻപ് ഒരു വീഡിയോ കോള് വിളിച്ചായിരുന്നു. ആ നേരത്തെ ഇവന്റെ വിറയില് കാണുമായിരുന്നു. ഈയല് പോലെ തുള്ളുമായിരുന്നു. ആ ശീലം ഒന്ന് മാറ്റിയെടുക്കേണ്ടതേ ലച്ചുമോള് തന്നെയാ. ഞങ്ങൾ ആര് വിചാരിച്ചാലും അത് നടപ്പുള്ള കാര്യമല്ല. നിങ്ങളാവുമ്പോ ഏറ്റവും അടുത്ത കൂട്ടുകാരല്ലേ. അത് മാത്രല്ല, ഈയിടെയായിട്ട് ഇവന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്.